ഇബ്രാഹിമും മാത്രാച്ചിയും ഇബ്രാഹിമിൻ്റെ ഓഫീസ് റൂമിൽ നിൽക്കുകയായിരുന്നു. മാത്രാച്ചി പറയുന്നതൊന്നും ശ്രദ്ധിക്കാതെ ഇബ്രാഹിം പുറത്തേക്ക് നോക്കി എന്തോ ആലോചിച്ച് നിൽക്കുന്നു. അവിടെ ആരാണുള്ളത് പാർഗളി? എൻ്റെ സുൽത്താന മാത്രാച്ചി. ഇബ്രാഹിം മാത്രാച്ചി ഒന്ന് നോക്കിയിട്ട് അവിടുന്ന് മാറി. വാലിദ സുൽത്താനയും ഹദീജ സുൽത്താനയും മാഹിദേവരാൻ സുൽത്താനയും മാഹിദേവരാൻ്റെ റൂമിൽ സംസാരിച്ചിരിക്കുകയായിരുന്നു. കളിച്ചത് മതി മുസ്തഫ, നേരം ഒരുപാടായി, ഇവിടെ വാ, മാഹിദേവരാൻ വിളിച്ചു. ഓടി വരുമ്പോൾ മുസ്തഫ വീഴുന്നു. അത് കണ്ട് 3 പേരും അവനെ എടുക്കാനായി എണീറ്റു. ഹദീജ സുൽത്താന അവനെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. എൻ്റെ മുസ്തഫ, ഞാൻ പേടിച്ചു പോയി, ഇവിടെ വാ, വാലിദ സുൽത്താന വിളിച്ചു. വാലിദ സുൽത്താന മുസ്തഫയെ മടിയിലിരുത്തി. സുൽത്താൻ സുലൈമാൻ അങ്ങോട്ട് കയറി വരുന്നു. മാഹിദേവരാൻ സുൽത്താനയും ഹദീജ സുൽത്താനയും എണീറ്റ് കുമ്പിട്ട് നിന്നു. മുസ്തഫ ഓടിച്ചെല്ലുന്നു. ബാബാ, ബാബാ. സുലൈമാൻ അവനെ എടുത്തു. എല്ലാവരെയും ഒരുമിച്ച് കാണാനായതിൽ സന്തോഷം. മാഹിദേവരാന് സന്തോഷമായി. നിങ്ങൾ ഉറങ്ങിക്കാണുമോ എന്ന് ഞാൻ വിചാരിച്ചു. എനിക്ക് കുറച്ച് സംസാരിക്കണം വാലിദ. എന്നാണ് നീ റോഡസിലേക്ക് പോകുന്നത്? വളരെ പെട്ടെന്ന് തന്നെ പോവും. മുസ്തഫ, എൻ്റെ സിംഹക്കുട്ടി, നീ വേണം ഞാനില്ലാത്തപ്പോൾ എൻ്റെ ഹരം നോക്കാൻ, സുലൈമാൻ പറഞ്ഞു. ബാബാ, ഞാനും നിങ്ങളുടെ കൂടെ വരാം. ഹരം സുമ്പുലാകെ നോക്കിക്കോളൂ. അത് കേട്ട് എല്ലാവരും ചിരിച്ചു. അടുത്ത തവണ ക്യാമ്പയിന് പോകുമ്പോൾ ഉറപ്പായി ഞാൻ നിന്നെ കൂടെ കൊണ്ടുപോകാം. നമ്മൾ നമ്മുടെ വാളും പരിചയമായി ഒരുപാട് യുദ്ധങ്ങൾ ചെയ്യും. സുലൈമാൻ മുസ്തഫയും മുത്തം വെച്ചിട്ട് അവരോടൊപ്പം പോയിരുന്നു. അവരോടും ഇരിക്കാൻ പറഞ്ഞു. എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഹദീജ സുൽത്താനയുടെ കയ്യിൽ പിടിച്ചിട്ട് പറയുന്നു. ഹദീജ, നിന്റെ അസുഖമെല്ലാം മാറി ആരോഗ്യത്തോടെ ഇരിക്കുന്ന കണ്ട് എനിക്ക് സന്തോഷമായി. വാലിദ, പീരിപ്പാഷയുടെ മകൻ സെലബി മുഹമ്മത്തുമായി ഹദീജയുടെ വിവാഹം നടത്തുന്നതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? അത് വളരെ നല്ലതായി തോന്നുന്നു. ഹദീജ സുൽത്താൻ ഒന്നും മിണ്ടിയില്ല. മാഹിദേവരാനും ഒന്നും പറയാനാവാതെ ഇരുന്നു. നീ റോഡസിൽ നിന്ന് വന്നിട്ട് കല്യാണം നടത്താം, വാലിദ സുൽത്താന പറഞ്ഞു. പോകുന്നതിന് മുമ്പ് എൻഗേജ്മെൻറ്റ് നടത്തി വയ്ക്കാമെന്ന് വിചാരിക്കുന്നു. അതിനുള്ള ഒരുക്കങ്ങളെല്ലാം തുടങ്ങിക്കോ. ഞാൻ ഇതേപ്പറ്റി പീരിപ്പാഷയോട് സംസാരിക്കാൻ പോവുകയാണ്. എൻ്റെ പൊന്ന് ഹദീജ, നിൻ്റെ സന്തോഷമാണ് എൻ്റെയും സന്തോഷം, സുലൈമാൻ അവളുടെ കവളിൽ തലോടിക്കൊണ്ട് പറഞ്ഞു. ഹദീജ സുൽത്താൻ ഒന്നും മിണ്ടാതെ കുനിഞ്ഞിരുന്നു. വാലിദ സുൽത്താനയ്ക്ക് സന്തോഷമായി. ഹുറത്തിൻ്റെ റൂമിലേക്ക് ഗുൽനിഹാൽ കയറി വരുന്നു. ഇൻകാരം ഇപ്പോഴും അവിടെ തന്നെയാണോ? അതെ, ഇൻകാരം ഇപ്പോഴും മാഹിദേവരാൻ സുൽത്താനയുടെ ചേംബറിൽ തന്നെയാണ്. വാലിദ സുൽത്താനയും ഹദീജ സുൽത്താനയും കുറച്ചു നേരത്തെ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. ഹുറത്തിൻ്റെ മുഖം മാറി. ഇപ്പോൾ അദ്ദേഹം അവിടെ മാഹിദേവരാനോടൊപ്പം ഒറ്റയ്ക്കാണല്ലേ? അതെ, ഗുൽനിഹാൽ തലയാട്ടി. ഹുറത്തിൻ്റെ കയ്യിലിരുന്ന ഗ്ലാസ് താഴേക്ക് വീഴുന്നു. അതെടുക്കാൻ കുനിഞ്ഞപ്പോൾ ഗുൽനിഹാലിൻ്റെ മുഖം മറച്ചിരുന്ന തുണി വിട്ടുപോയി. ഹുറം അവളുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കുന്നു. നീ നിൻ്റെ മുഖത്ത് എന്താണ് ചെയ്യുന്നത്? നിൻ്റെ മുറിവെല്ലാം മാറിയല്ലോ. ഞാനൊന്നും ചെയ്യുന്നില്ല. ഹുറം തലയാട്ടി. ശരി, പൊക്കോ. അവൾ തിരിച്ചു നടന്നു. നിഗാർ വിക്ടോറിയയുടെ മുറിവ് വെച്ച് കെട്ടുന്നു. നീ എവിടുന്നാ വരുന്നത് വിക്ടോറിയ? സാവ. സാവ എവിടെയാണ്? ആ സ്ഥലം ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ടോ നിഗാർ കാഫ? ആയിഷ ചോദിച്ചു. സാവ ഒരു വില്ലേജാണ്. അത് ദാനൂബ് നദിയുടെ കരയിലാണ്, വിക്ടോറിയ പറഞ്ഞു. ദാനൂബ് നദിക്ക് അടുത്താണോ? നിഗാർ ചോദിച്ചു. വിക്ടോറിയ തലയാട്ടി. ഞാൻ സുനിലയിൽ നിന്നാണ്. സുനിലയും ദാനൂബ് നദിയുടെ അടുത്താണ്. ഞാൻ ദാനൂബ് നദിയിൽ ഒരുപാട് നീന്തി കളിച്ചിട്ടുണ്ട്, നിഗാർ പറഞ്ഞു. ആയിഷ ഇഷ്ടപ്പെടാത്തതുപോലെ നോക്കുന്നു. നീ എങ്ങനെയാണ് ഇപ്പോൾ ഇവിടെ എത്തിയത്? എൻ്റെ നാട്ടിൽ യുദ്ധം നടന്നപ്പോൾ എൻ്റെ വീട്ടുകാരെല്ലാവരും മരിച്ചുപോയി. എൻ്റെ കുറച്ച് ബന്ധുക്കൾ 5 വർഷം മുമ്പ് ഇവിടേക്ക് വന്നിരുന്നു. ഞാൻ അവരെ അന്വേഷിച്ചാണ് ഇങ്ങോട്ട് വന്നത്. പക്ഷേ കണ്ടെത്താനായില്ല. അവൾ അവരെ അന്വേഷിച്ച് വന്നിട്ട് കൊട്ടാരത്തിൽ എങ്ങനെ എത്തി? അവൾ നുണ പറയുകയാണ് നിഗാർ കാഫ, ആയിഷ പറഞ്ഞു. ഞാൻ നുണ പറയുകയല്ല. നുണ പറയുന്നത് പാപമാണ്, വിക്ടോറിയ പറഞ്ഞു. നീ പറയുന്നത് എനിക്ക് വിശ്വാസമാണ്. നീ വിഷമിക്കേണ്ട, കിടന്നു, നിഗാർ കാഫ പറഞ്ഞു. എന്നിട്ട് അവിടുന്ന് പോയി. വിക്ടോറിയ ആലോചിച്ചുകൊണ്ട് കിടക്കുന്നു. നിനക്ക് എന്നെ പറ്റിക്കാനാവില്ല എന്ന് പറഞ്ഞ ആയിഷയും ഹദീജ സുൽത്താന ഗുൽഫാമിനോട് പറയുന്നു. ഇൻകാരം എന്നെ മുഹമ്മദ് സെലബിയുമായി കല്യാണം കഴിപ്പിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഇനി എനിക്ക് ആത്മഹത്യ മാത്രമേ വഴിയുള്ളൂ. ഹദീജ സുൽത്താന കരയുന്നു. അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട. നാളെ ഇതെല്ലാം മാറാം. നീ കരച്ചിൽ നിർത്ത്. എൻ്റെ ജീവിതം നാളത്തോടെ അവസാനിക്കും. ഇതാവും അള്ളാഹു എനിക്ക് വിധിച്ചിരിക്കുന്നത്. ഗുൽഫാം പേടിയോടെ അവളെ നോക്കി. സുലൈമാൻ ഷെഹസാദ് മുസ്തഫയെ മടിയിൽ കിടത്തി ഉറക്കുന്നു. മാഹിദേവരാൻ അത് സന്തോഷത്തോടെ നോക്കി നിൽക്കുന്നു. എന്നിട്ട് പറയുന്നു. മനിസ പാലസിൽ നമ്മുടെ സന്തോഷ ദിനങ്ങൾ ഓർമ്മ വരുന്നു. നിങ്ങളുടെ അടുത്തായിരുന്നപ്പോൾ ഞങ്ങൾ സ്വർഗത്തിലായിരുന്ന സന്തോഷമാണ് അനുഭവിച്ചിരുന്നത്. പക്ഷേ ഈ പാലസ് എനിക്ക് ദുഃഖം മാത്രമേ തരുന്നുള്ളൂ. ഇവിടുത്തെ ഒറ്റപ്പെടൽ എന്നെ ഭയപ്പെടുത്തുന്നു. സുലൈമാൻ ഷെഹസാദ് മുസ്തഫയെ ബെഡിലേക്ക് കിടത്തുന്നു. മാഹിദേവരാൻ അയാളുടെ കാലിൽ വീഴുന്നു. എനിക്ക് ഈ വേദനയും ഒറ്റപ്പെടലും സഹിക്കാനാവുന്നില്ല. നിങ്ങൾ എനിക്ക് നിഷേധിച്ചിരിക്കുന്ന സ്നേഹത്തിന് വേണ്ടി ഞാൻ യാചിക്കുകയാണ്. സുലൈമാൻ അവളെ നോക്കുന്നു. ഞാൻ അറിവില്ലാതെ ചെയ്തു പോയ തെറ്റുകൾക്ക് ക്ഷമ ചോദിക്കുകയാണ്. സുലൈമാൻ അവളുടെ കവളിൽ തൊടുന്നു. എന്നിട്ട് എഴുന്നേൽപ്പിച്ചു. തെറ്റാർക്കും പറ്റാം. പക്ഷെ നീ എന്നെ അപമാനിച്ചു. നീ എൻ്റെ ഭക്ഷണത്തിൽ വിഷം ചേർത്തു. നീയാണ് നമ്മുടെ ബന്ധത്തിൽ വിഷം ചേർത്തത്. മാഹിദേവരാൻ ഒന്നും മിണ്ടാതെ നിന്നു.
സുലൈമാൻ മുസ്തഫയെ ഒന്ന് തലോടിയിട്ട് മാഹിദേവരാൻ്റെ കവളിൽ തൊട്ടിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. ഖദീജ സുൽത്താന ഒരു ബോക്സ് എടുത്ത് തുറക്കുന്നു. ഇബ്രാഹിം കൊടുത്ത സമ്മാനങ്ങൾ എടുത്തു നോക്കുന്നു. എന്നിട്ട് അതിൽ വെച്ചിരുന്ന വിഷക്കുപ്പി കയ്യിലെടുക്കുന്നു. പിറ്റേന്ന് സുലൈമാൻ ഇബ്രാഹിമിനോട് പറയുന്നു, പീരിപ്പാഷയോട് ഇങ്ങോട്ട് വരാൻ പറ. കൗൺസിൽ മീറ്റിങ്ങിനാണോ ഇൻകാരം? ഇബ്രാഹിം ചോദിച്ചു. സുലൈമാൻ ആ ചോദ്യം ഇഷ്ടപ്പെടാത്തതുപോലെ നോക്കുന്നു. ഇബ്രാഹിം കുമ്പിട്ടിട്ട് പോയി. ഹുറം ഷേസാദ് മുഹമ്മദിനെ താലോലിക്കുന്നു. ഗുൽനിഹാൽ ജോൽസിയെയും കൊണ്ട് അങ്ങോട്ട് കയറി വരുന്നു. നിങ്ങൾ വന്നോ, കയറി വാ. അവൾ കുഞ്ഞിനെ ഗുൽനിഹാലിൻ്റെ കയ്യിൽ ഏൽപ്പിക്കാൻ പോകുമ്പോൾ ആ സ്ത്രീ ടേബിളിൽ വെച്ചിരുന്ന സ്വീറ്റ്സ് നോക്കി നിൽക്കുന്നു. കൊണ്ടുവാ, എത്രയും പെട്ടെന്ന് എനിക്കതിടണം. അവർ വേഗം അതെടുത്തു കൊടുത്തു. ഇത് നിങ്ങൾ വസ്ത്രത്തിൽ വയ്ക്കണം, ഇത് വെള്ളത്തിലിടണം. വെള്ളത്തിലിടണോ? അതെ, ഇത് വെള്ളത്തിൽ അലിയിച്ച് നിങ്ങൾ കുടിക്കണം. അവൾ അതെടുത്തിട്ട് ഗുൽനിഹാലിനെ നോക്കുന്നു. ആ സ്ത്രീ വീണ്ടും അവിടെ ഇരുന്ന സ്വീറ്റ്സിലേക്ക് നോക്കുന്നു. വെള്ളം കൊണ്ടുവന്നപ്പോൾ അവർ തന്നെ അത് വെള്ളത്തിലിട്ട് കലക്കി മന്ത്രങ്ങൾ ചൊല്ലുന്നു. അവൾ അതെടുത്ത് കുടിക്കാൻ തുടങ്ങുമ്പോൾ അവർ പറയുന്നു, നിക്ക്, കുടിക്കണ്ട. നിങ്ങളല്ലേ കുടിക്കാൻ പറഞ്ഞത്? നിനക്കിപ്പോൾ ഇത് കുടിക്കാൻ പറ്റില്ല. അതെന്താ? നീ പ്രഗ്നൻ്റ് ആണ്. ഹുറം ആശ്ചര്യപ്പെട്ട് നോക്കുന്നു. ഹുറത്തിന് സന്തോഷമായി. അവൾ പൊട്ടിച്ചിരിക്കുന്നു. ഗുൽനിഹാൽ, നിഗാർ കാഫിയോട് ഫിസിഷ്യനെ വിളിക്കാൻ പറയൂ. ആ സ്ത്രീ അവിടെ ഇരുന്ന് സ്വീറ്റ്സ് എടുത്ത് തിന്നുന്നു. ഹുറം സന്തോഷത്തോടെ ഒരു കിഴി ഗോൾഡ് എടുത്ത് അവർക്ക് കൊടുക്കുന്നു. അവർ വലിച്ചു കയറി തിന്നുന്നത് കാണുമ്പോൾ ഹുറത്തിന് അസ്വസ്ഥത തോന്നുന്നുണ്ട്. പീരിപ്പാഷ വന്നിട്ടുണ്ടെന്ന് ഇബ്രാഹിം വന്ന് പറയുന്നു. പീരിപ്പാഷ അകത്തേക്ക് കയറി. നീ പുറത്തു നിന്നു ഇബ്രാഹിം, എനിക്ക് ഇദ്ദേഹത്തോട് സംസാരിക്കാനുണ്ട്. ഇബ്രാഹിം പുറത്തേക്കിറങ്ങി. പാഷ, നിങ്ങൾക്കറിയാമല്ലോ എനിക്ക് എൻ്റെ കുടുംബം എത്ര പ്രിയപ്പെട്ടതാണെന്ന്. പീരിപ്പാഷ തലയാട്ടി. അവരുടെ സന്തോഷമാണ് എൻ്റെ സന്തോഷം. എൻ്റെ സഹോദരി ഖദീജ വളരെ നന്മയുള്ളൊരു പെണ്ണാണ്. എനിക്ക് അവളെ നിങ്ങളുടെ മകൻ മുഹമ്മദ് സലബിയുമായി വിവാഹം കഴിപ്പിച്ചാൽ കൊള്ളാമെന്നുണ്ട്. ഇൻകാരം, ഈ ബന്ധം ഞങ്ങളുടെ കുടുംബത്തിന് കിട്ടുന്ന വലിയൊരു അംഗീകാരമായിരിക്കും. അങ്ങനെയാണെങ്കിൽ റോഡസിലേക്ക് പോകും മുമ്പ് നമുക്കിത് ഉറപ്പിക്കാം. പീരിപ്പാഷ സമ്മതഭാവത്തിൽ തല കുമ്പിട്ടു. ഗുൽഫം രാവിലെ ഖദീജ സുൽത്താനയുടെ റൂമിലേക്ക് എത്തിയപ്പോൾ അവൾ ഉണർന്നിരുന്നില്ല. സുൽത്താന! ഗുൽഫം വിളിച്ചിട്ട് ഖദീജ സുൽത്താന എണീക്കാതിരുന്നപ്പോൾ അവർക്ക് പേടി തോന്നുന്നു. സുൽത്താന! ഖദീജ സുൽത്താന! ഗുൽഫം കുലുക്കി വിളിക്കുന്നു. പുതപ്പ് മാറ്റി നോക്കുമ്പോൾ കയ്യിൽ വിഷക്കുപ്പി ഇരിക്കുന്നു. സുൽത്താന, നിങ്ങൾ എന്താ ചെയ്തത്? കണ്ണു തുറക്ക് സുൽത്താന. ഫിസിഷ്യനെ വിളിക്ക്, ഗുൽഫം വിളിച്ചു പറഞ്ഞു. ഗുൽഫമിൻ്റെ നിലവിളി കേട്ട് ദായ ഖാത്തൂൻ അങ്ങോട്ട് വന്നു. ഗുൽഫം ആ കുപ്പി അവരുടെ കയ്യിലേക്ക് കൊടുക്കുന്നു. ദായ ഖാത്തൂൻ ഒന്ന് നോക്കിയിട്ട് അതുമായി പോകുന്നു. ഇബ്രാഹിം സുലൈമാൻ്റെ ചേംബറിന് പുറത്ത് അസ്വസ്ഥതപ്പെട്ട് നടക്കുന്നു. ഒരു ഗാർഡ് വന്ന് പറയുന്നു, ഇബ്രാഹിം ആകാ, ഇൻകാരം വിളിക്കുന്നു. ഇബ്രാഹിം അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ സുലൈമാൻ പറയുന്നു, പാർഗലി, ഇവിടെ വന്നിരിക്കെ, ഒരു പേനയും പേപ്പറും എടുത്തോ, ഞാൻ പറയുന്നത് എഴുത്. യാവു സുൽത്താൻ സെലിം ഖാൻ്റെയും ആയിഷ ഹഫ്സ സുൽത്താനയുടെയും മകൾ ഖദീജ സുൽത്താനയും ഇബ്രാഹിം ഒരു നിമിഷമൊന്നു നിന്നു. പീരി മെഹമ്മദ് പാഷയുടെ മകൻ മുഹമ്മദ് സലബിയും തമ്മിലുള്ള വിവാഹം നിശ്ചയിച്ചിരിക്കുന്നു. ഇബ്രാഹിമിൻ്റെ മുഖത്ത് വരുന്ന അസ്വസ്ഥത സുലൈമാൻ ശ്രദ്ധിക്കുന്നു. സ്ത്രീധനമായി 100,000 സ്വർണ്ണ നാണയങ്ങൾ കൊടുക്കുന്നതായിരിക്കും. സുലൈമാൻ പീരി പാഷയോട് പറയുന്നു, പാഷ, എൻഗേജ്മെൻറ്റിനുള്ള തയ്യാറെടുപ്പുകളൊക്കെ തുടങ്ങിക്കോ. തീർച്ചയായും ഇൻകാരം. ഇബ്രാഹിം, ഇവിടെയുള്ള തയ്യാറെടുപ്പുകളൊക്കെ നടത്താൻ സുംബുലാഗിയോട് പറയണം. നീയുമെല്ലാം നോക്കണം. തീർച്ചയായും ഇൻകാരം. ഇബ്രാഹിം ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. ഫിസിഷ്യൻ വന്ന് ഖദീജ സുൽത്താനയെ പരിശോധിക്കുന്നു. അവരെ കൊണ്ട് വൊമിറ്റ് ചെയ്യിക്കാൻ ശ്രമിക്കുന്നു. ഗുൽഫമും ദായ ഖാത്തൂനും അവിടെ ഉണ്ടായിരുന്നു. ഖദീജ സുൽത്താന വൊമിറ്റ് ചെയ്യുന്നു. മാഹിദേവരാൻ അങ്ങോട്ട് കയറി വരുന്നു. എന്തുപറ്റി? വൊമിറ്റ് ചെയ്ത് കഴിഞ്ഞ് അവളെ കിടത്തുന്നു. ഞാനൊരു മരുന്നുണ്ടാക്കി തരാം. സുൽത്താന റെസ്റ്റ് എടുക്കട്ടെ, ഫിസിഷ്യൻ ദായ ഖാത്തൂനോട് പറഞ്ഞു. ആരെങ്കിലും ചോദിച്ചാൽ സുൽത്താന കഴിച്ച ഭക്ഷണം വയറിന് പിടിച്ചില്ല എന്നേ പറയാവൂ, ദായ ഖാത്തൂൻ അവരോട് പറഞ്ഞു. അവർ തലയാട്ടി. ഖദീജ സുൽത്താന, എന്തിനാ നിങ്ങളിത് ചെയ്തത്? മാഹിദേവരൻ സുൽത്താന ചോദിച്ചു. ഖദീജ സുൽത്താന ഗുൽഫാമിനെ നോക്കി ചോദിക്കുന്നു. ഞാൻ എന്താ മരിക്കാഞ്ഞ്? എന്തിനാ നിങ്ങൾ എന്നെ രക്ഷിച്ചത്? ദായ ഖാത്തൂൻ പറയുന്നു. ആരും ഇത് വാലിദ സുൽത്താനയോട് പറയണ്ട. സുൽത്താനയ്ക്കിത് സഹിക്കാനാവില്ല. ഗുൽഫം തലയാട്ടി. സുൽത്താൻ സുലൈമാൻ വാലിദ സുൽത്താനയുടെ ചേംബറിലേക്ക് കയറി വരുന്നു. അവരുടെ കൈമുത്തുന്നു. രാവിലെ തന്നെ നിന്നെ കണ്ട് എനിക്ക് സന്തോഷമായി, വാലിദ സുൽത്താന പറഞ്ഞു. കൂടുതൽ സന്തോഷകരമായൊരു വാർത്തയുമായാണ് ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ പീരിപ്പാഷയോട് സംസാരിച്ചു. എൻഗേജ്മെൻറ്റിനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങാനും പറഞ്ഞിട്ടുണ്ട്. ഫിസിഷ്യൻ ഹുറത്തെ ചെക്ക് ചെയ്യുന്നു. എന്താ, ഞാൻ പ്രഗ്നൻ്റ് ആണോ? ഫിസിഷ്യൻ ഒന്നും മിണ്ടുന്നില്ല. അവൾ നിഗാർ കാഫയെ നോക്കി. നിഗാർ പൈസ കൊടുക്കാൻ കാണിച്ചു. അവൾ ഒരു കിഴി നാണയം എടുത്ത് കൊടുക്കുന്നു. അവർ ചിരിച്ചുകൊണ്ട് പറയുന്നു, അതെ, നിങ്ങൾ പ്രഗ്നൻ്റ് ആണ്. ഹുറത്തിന് സന്തോഷമായി. ഗുൽനിഹാലിനും നിഗാർ കാഫയ്ക്കും വലിയ സന്തോഷമൊന്നും ഉണ്ടായില്ല. ഞാൻ ഇനിയും ഷേസാദിനെ പ്രസവിക്കും. അങ്ങനെ പറയരുത്, ആരോഗ്യമുള്ള ഒരു കുഞ്ഞാണെന്ന് പറയൂ, നിഗാർ പറഞ്ഞു. ഇല്ല, ഞാൻ ഷേസാദിനെ തന്നെ പ്രസവിക്കും. ഹുറം റൂമിൽ വന്ന് ഷേസാദ് മുഹമ്മദിനെ എടുത്തിട്ട് പറയുന്നു.
നിനക്കൊരു അനിയൻ കൂടി ഉണ്ടാവാൻ പോകുന്നു. അത് കേട്ട് ഗുൽനിഹാൽ ആലോചിച്ച് നിൽക്കുന്നു. ഗുൽനിഹാൽ, ഗുൽനിഹാൽ, മോനെ പിടിക്ക്. ഞാൻ ഈ സന്തോഷവാർത്ത സുൽത്താൻ സുലൈമാനെ അറിയിക്കട്ടെ. ഹുറം കുഞ്ഞിനെ കൊടുത്തിട്ട് പോകുന്നു. ഗുൽനിഹാൽ വിഷമത്തോടെ അവളെ തിരിഞ്ഞു നോക്കി. അഹമ്മദ് പാഷ പീരിപ്പാഷയോട് വന്ന് ചോദിക്കുന്നു. ഇൻക്യാരം രാവിലെ തന്നെ വിളിപ്പിച്ചു എന്ന് കേട്ടു. എന്തിനായിരുന്നു? അത് രാജ്യകാര്യമല്ല, കുടുംബകാര്യം പറയാനാ. നിങ്ങൾക്കെന്താ ഇൻക്യാരവുമായി കുടുംബകാര്യം? പീരിപ്പാഷയുടെ മകൻ മുഹമ്മദ് സലബി വന്ന് പറയുന്നു. ബാബാ, എന്തിനാ വിളിച്ചേ? പീരിപ്പാഷ അവനെയും കൊണ്ട് മാറി നിന്നു. ഇൻക്യാരം ഹദീജ സുൽത്താനയുമായി നിന്റെ കല്യാണക്കാര്യം സംസാരിച്ചു. നിന്നെ അദ്ദേഹത്തിന് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം ഇബ്രാഹിം ആഗയോട് എൻഗേജ്മെൻറ്റിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങാൻ പറഞ്ഞു. മുഹമ്മദ് സലബി ചിരിച്ചു. ആൾക്ക് പെട്ടെന്ന് ശക്തമായ ചുമ വരുന്നു. പീരിപ്പാഷ തോളത്ത് തട്ടിക്കൊടുക്കുന്നു. ഇബ്രാഹിം വിഷമിച്ച് അയാളുടെ റൂമിലേക്ക് കയറി വരുന്നു. എന്നിട്ട് കണ്ണാടിയിൽ നോക്കി പറയുന്നു. നിന്റെ സുൽത്താൻ പറഞ്ഞു തന്നു. നീ എഴുതി, നിന്റെ മരണപത്രം നീ തന്നെ എഴുതി ഇബ്രാഹിം. നീ ആരാണ് ഹദീജ സുൽത്താനയോടൊപ്പം ഒരു ജീവിതം സ്വപ്നം കാണാൻ? അതിന് അള്ളാഹു സമ്മതിച്ചാലും സുൽത്താൻ സുലൈമാൻ സമ്മതിക്കില്ല. ഇബ്രാഹിം അയാളുടെ ടേബിളിലിരുന്ന് വയലിനെടുത്ത് തല്ലി പൊട്ടിക്കുന്നു. വാലിദ സുൽത്താന വരുമ്പോൾ ദായ ഹാത്തൂൻ അവരുടെ അടുത്തേക്ക് ചെല്ലുന്നു. നീ എവിടെയായിരുന്നു ദായ? ഞാൻ നിന്നെ അന്വേഷിക്കുകയായിരുന്നു. എനിക്ക് കുറച്ച് ജോലി തീർക്കാനുണ്ടായിരുന്നു. ഹദീജയുടെ റൂമിലേക്ക് ടൈലർ വന്നായിരുന്നോ? വാലിദ സുൽത്താന പോകാൻ പോകുമ്പോൾ ദായ ഹാത്തൂൻ ചോദിക്കുന്നു. സുൽത്താന, നിങ്ങൾ എവിടെ പോകുന്നു? ഞാൻ എൻ്റെ മോളെ കാണാൻ പോണു. നിനക്ക് എന്തു പറ്റി? നീ എന്താ ഇങ്ങനെ പെരുമാറുന്നത്? നീ എന്നിൽ നിന്ന് എന്തെങ്കിലും ഒളിപ്പിക്കുന്നുണ്ടോ? ദായ ഹാത്തൂൻ ഒന്നും മിണ്ടാതെ കുറച്ചു നേരം നിൽക്കുന്നു. എന്നിട്ട് പറയുന്നു. ഹദീജ സുൽത്താന കഴിച്ചതെന്തോ വയറിന് പിടിച്ചിട്ടില്ല. സുൽത്താൻ ഇപ്പോൾ വൊമിറ്റ് ചെയ്തു. മാഹിദേവരൻ സുൽത്താന ഹദീജ സുൽത്താനയോട് ചോദിക്കുന്നു. എന്തിനാ സുൽത്താന ഇങ്ങനെ ചെയ്തത്? അവരെന്നോട് അങ്ങനെയാണ് പെരുമാറുന്നത് മാഹിദേവരൻ. അവരെന്നെ വേദനിപ്പിക്കുകയാണ്. മറ്റാരെയെങ്കിലും കല്യാണം കഴിക്കുന്നതിലും ഭേദം മരിക്കുന്നത് തന്നെയാണ്. സുൽത്താന, നിങ്ങൾ ഇൻക്യാരത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവളാണ്. നിങ്ങൾക്ക് ഇബ്രാഹിമിനോടുള്ള സ്നേഹം അദ്ദേഹത്തോട് തുറന്നു പറയണം. എങ്ങനെ പറയാനാ? അതിലും ഭേദം മരിക്കുന്നതാ. മാഹിദേവരൻ തല കുനിച്ചു. ഗുൽഫാം വന്ന് പറയുന്നു. വാലിദ സുൽത്താന വരുന്നുണ്ട്. അവർ എഴുന്നേൽക്കുന്നു. മാഹിദേവരാനും ഗുൽഫാമും കൂടി സുൽത്താനയെ ഒരുവിധം എഴുന്നേൽപ്പിച്ചു. വാലിദ സുൽത്താന കയറി വരുന്നു. നിന്റെ അസുഖം വേഗം മാറട്ടെ. നല്ല ഭക്ഷണം മാത്രം കഴിച്ചാൽ മതി. ആരോഗ്യം ശ്രദ്ധിക്കണം. എൻഗേജ്മെൻ്റ് അല്ലേ വരുന്നത്? വാലിദ സുൽത്താന പറയുന്നു. എൻഗേജ്മെൻറ്റോ? മാഹിദേവരൻ ചോദിച്ചു. അതെ, എല്ലാവരും വേഗം വാ, നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. വാലിദ സുൽത്താന പോകുന്നു. ഹദീജ സുൽത്താന വീഴാൻ പോയപ്പോൾ അവർ പിടിച്ചു. ഹുറം സുൽത്താൻ സുലൈമാനെ കാണാനെത്തുന്നു. അവളെ കണ്ട് ഇബ്രാഹിം തടയുന്നു. ഇൻക്യാരം തിരക്കാണ്, ഇപ്പോൾ കാണാനാവില്ല. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് അദ്ദേഹത്തോട് പറയാനുണ്ട്. അവൾ കയറാൻ പോകുമ്പോൾ ഇബ്രാഹിം വീണ്ടും തടഞ്ഞു. ഹുറം ഹാത്തൂൻ, നിങ്ങൾക്ക് തോന്നും പോലെ അദ്ദേഹത്തിൻ്റെ ചേംബറിലേക്ക് കയറാനും ഇറങ്ങാനും പറ്റില്ല. ഇവിടുന്ന് വിളിപ്പിക്കാതെ നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാനും ആവില്ല. അത് നിന്റെ തലയിൽ കയറില്ലേ? ഇബ്രാഹിം ദേഷ്യപ്പെട്ട് ചോദിച്ചു. പാർഗളി ഇബ്രാഹിം, എനിക്ക് ഇൻക്യാരത്തോട് പറയാനുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് നിങ്ങളുടെ തലയിൽ കയറില്ലേ? ഞാൻ സുൽത്താൻ സുലൈമാനെ കണ്ടിട്ടേ ഇവിടുന്ന് പോകുള്ളൂ. അവൾ അങ്ങോട്ട് കയറുന്നു. ഇബ്രാഹിമും പുറകെ പോയി. ഹുറം സുൽത്താൻ സുലൈമാനെ കുമ്പിട്ടിട്ട് പറയുന്നു. ഇൻക്യാരം, അങ്ങയുടെ ചേംബറിലേക്ക് വരാൻ എനിക്കെന്തെങ്കിലും വിലക്കുണ്ടോ? ക്ഷമിക്കണം ഇൻക്യാരം, ഞാൻ അവരെ ഇങ്ങോട്ട് കയറാതെ തടഞ്ഞു. പക്ഷേ അവർ കയറി. കുഴപ്പമില്ല ഇബ്രാഹിം, സുലൈമാൻ പറഞ്ഞു. എന്നിട്ട് ഹുറത്തിനെ നോക്കുന്നു. അവൾ മുന്നോട്ട് നീങ്ങി നിന്ന് പറഞ്ഞു. ഞാൻ വന്നതൊരു സന്തോഷവാർത്ത അറിയിക്കാനാണ്. ഞാൻ വീണ്ടും അങ്ങേക്കൊരു ഷേസാദിനെ തരാൻ പോവുകയാണ്. അത് കേട്ട് ഇബ്രാഹിം ഞെട്ടി. സുലൈമാൻ എണീറ്റ് ചെന്ന് അവളെ മുത്തം വെച്ചു. ഹുറം അയാളുടെ മുഖത്ത് നോക്കിയിട്ട് ചോദിക്കുന്നു. എന്താ, അങ്ങേക്ക് സന്തോഷമായില്ലേ? എനിക്ക് തീർച്ചയായും സന്തോഷമുണ്ട്. പക്ഷേ ഇപ്പോൾ ഞാൻ തിരക്കാണ്. നീ ഇപ്പോൾ പോകൂ ഹുറം. സുലൈമാൻ ഇബ്രാഹിമിനെ നോക്കി. അയാൾ ഡോറ് തുറക്കുന്നു. അവൾ വീണ്ടും സംശയിച്ച് അവിടെ നിന്നപ്പോൾ ഇബ്രാഹിം വിളിച്ചു. ഹുറം ഹാത്തൂൻ. അവൾ സങ്കടപ്പെട്ട് മടിച്ച് തിരിഞ്ഞു നോക്കി പോകുന്നു. സുലൈമാൻ അതൊന്നും ശ്രദ്ധിക്കാതെ അയാളുടെ പണിയിൽ മുഴുകി. ഇൻക്യാരം, ആശംസകൾ, ഇബ്രാഹിം പറഞ്ഞു. സുലൈമാൻ ചിരിച്ചു. ഇബ്രാഹിം തല കുമ്പിട്ടിട്ട് പുറത്തേക്ക് പോയി. അയാൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഹുറം അവിടെ നിന്നിരുന്നു. ഇബ്രാഹിം അവളുടെ അടുത്തേക്ക് വന്ന് നിന്നു. ഹുറം അയാളെ ഒന്ന് നോക്കിയിട്ട് പറയുന്നു. ഞാൻ ഹദീജ സുൽത്താനയുടെ അടുത്ത് പോവുകയാണ്. സുൽത്താനയുടെ എൻഗേജ്മെൻ്റ് അല്ലേ, ആശംസകൾ അറിയിക്കാമെന്ന് വെച്ചു. ഇബ്രാഹിം, നിങ്ങൾ സുൽത്താനെ ആശംസകളൊന്നും അറിയിക്കുന്നില്ലേ? അവൾ അയാളെ ഒന്ന് നോക്കിയിട്ട് പോകുന്നു. ഇബ്രാഹിം അവളെ ദേഷ്യത്തോടെ തിരിഞ്ഞു നോക്കി. മുഹമ്മദ് സലബി മുസ്തഫയെ പഠിപ്പിക്കുമ്പോൾ ഹദീജ സുൽത്താനയെ ഓർക്കുന്നു. മാഷേ, എഴുതി കഴിഞ്ഞു, മുസ്തഫ പറഞ്ഞു. അയാൾ അവിടെ ഇരുന്നിട്ട് പറഞ്ഞു. നന്നായിട്ടുണ്ട് ഷേസാദ. ഇനി പറ, ഷേസാദിന് ഏത് ആൻറ്റിയെ കൂടുതൽ ഇഷ്ടം? ഹദീജ. അതെന്താ? ഹദീജ എൻ്റെ കൂടെ എപ്പോഴും കളിക്കും. എന്നെ വലിയ ഇഷ്ടമാണ്. ഞാൻ എന്ത് പറഞ്ഞാലും ചെയ്തു തരും. ഹദീജ കരയുമ്പോൾ ഞാൻ ചിരിപ്പിക്കാറുണ്ട്. എന്തിനാ ഹദീജ സുൽത്താന കരയുന്നത്? അതെനിക്കറിയില്ല. സ്ത്രീകൾ എപ്പോഴും കരയും. വാലിദ സുൽത്താന പുതിയ തുണികൾ ഹദീജ സുൽത്താനയെ കാണിച്ചു കൊടുക്കുന്നു. ഇത് നല്ല ഭംഗിയുണ്ട്, ഇതെടുത്തോ, വാലിദ സുൽത്താന പറഞ്ഞു.
ഹദീജ സുൽത്താൻ ഒന്നും ശ്രദ്ധിക്കുന്നില്ല. വാലിദ സുൽത്താന ഹദീജ സുൽത്താനെ ഒന്ന് നോക്കിയിട്ട് പറയുന്നു, മാഹിദേവരാൻ, ഇതെങ്ങനെയുണ്ട്? ഇതെല്ലാം കാണാൻ നല്ല ഭംഗിയുണ്ട് വാലിദ. ഹദീജ, മോളെ, നിനക്കിഷ്ടപ്പെട്ടോ? നിനക്കിത് ഇഷ്ടമായില്ലെങ്കിൽ ഇവർ വേറെ കൊണ്ടുവരും. അതിൻ്റെ ആവശ്യമില്ല വാലിദ, ഇത് മതി. വാലിദ സുൽത്താൻ അടുത്തേക്ക് വന്നിട്ട് പറയുന്നു, എന്താ നീ വിഷമിച്ച് നിൽക്കുന്നേ? നിനക്ക് ഞങ്ങളെല്ലാം വിട്ടു പോകാൻ മടിയാണോ? വിഷമിക്കണ്ട, ഇത് നിന്റെ പാലസാണ്. നിനക്ക് എപ്പോൾ വേണമെങ്കിലും ഇങ്ങോട്ട് വരാം. ഹുറം അങ്ങോട്ട് കയറി വരുന്നു. മാഹിദേവരൻ മുഖം തിരിച്ചു. വാലിദ സുൽത്താന. അവൾ കുമ്പിട്ടു. വരൂ ഹുറം, വാലിദ സുൽത്താന പറഞ്ഞു. അവൾ ചിരിച്ചുകൊണ്ട് അങ്ങോട്ട് ചെന്നു. ഞാൻ ഹദീജ സുൽത്താനെ എൻ്റെ ആശംസകൾ അറിയിക്കാൻ വന്നതാണ്. സുൽത്താന സന്തോഷത്തോടെ ഇരിക്കട്ടെ. ഹദീജ സുൽത്താന ഹുറത്തിനെ ഒന്ന് നോക്കിയിട്ട് തല കുനിച്ചു. പിന്നെ ഒരു സന്തോഷ വാർത്തയും അറിയിക്കാനുണ്ട്. എല്ലാവരും അവളെ തിരിഞ്ഞു നോക്കി. എന്താ പറ, വാലിദ സുൽത്താന പറഞ്ഞു. ഞാൻ പ്രഗ്നൻ്റ് ആണ്. മറ്റൊരു ഷഹസാദ് കൂടി വരുന്നു. ആർക്കും സന്തോഷമായില്ല. എല്ലാവരും പരസ്പരം നോക്കി. എല്ലാവരും മാറിയപ്പോൾ ഹുറം ഹദീജ സുൽത്താനയുടെ അടുത്ത് ചെന്നിരുന്നു. മാഹിദേവരൻ അത് ശ്രദ്ധിക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇബ്രാഹിമിനെ കണ്ടിരുന്നു. അദ്ദേഹം പറയാൻ പറഞ്ഞു സുൽത്താനയോട് വിഷമിക്കാതിരിക്കാൻ. ഞാൻ നിങ്ങളെ രണ്ടുപേരെയും സഹായിക്കാം സുൽത്താന. ഇവരെ ശ്രദ്ധിക്കുന്ന മാഹിദേവരാനും ഗുൽഫാമും അങ്ങോട്ട് വരുന്നു. ഹുറം അവരെ നോക്കിയിട്ട് എണീറ്റ് പോകുന്നു. മാഹിദേവരൻ അടുത്ത് വന്നിരുന്ന് ചോദിക്കുന്നു, സുൽത്താന, ആ വിഷപ്പാമ്പ് സുൽത്താനയോട് എന്താ പറഞ്ഞത്? എന്തു പറ്റി പെട്ടെന്ന് വല്ലാതായല്ലോ? ഒന്നുമില്ല മാഹിദേവരാൻ, ഞാൻ ടയേർഡാണ്, എനിക്കൊന്ന് കിടക്കണം. മാഹിദേവരാനും ഗുൽഫാമും കൂടി അവളെ കിടത്തി. ആയിഷ ഗുൽനിഹാലിൻ്റെ മുറിവിൽ മരുന്ന് വെച്ച് കൊടുക്കുന്നു. നിന്റെ മുറിവ് ഉണങ്ങി വരുന്നുണ്ട്. അധികം താമസിയാതെ എല്ലാം ശരിയാവും, ആയിഷ പറഞ്ഞു. ഞാനിപ്പോൾ കണ്ണാടിയിൽ പോലും നോക്കാറില്ല. അവരെ നോക്കിക്കൊണ്ടിരുന്ന വിക്ടോറിയ ചോദിക്കുന്നു, മുഖത്തിന് എന്തു പറ്റിയതാ? ഹുറം ഹാത്തൂൻ ചെയ്തതാണ്. അവളുടെ ബെസ്റ്റ് ഫ്രണ്ടായിരുന്നു. എന്നിട്ടും ആ ദുഷ്ട ഇവളോട് ഇത് ചെയ്തു. ഇവളുടെ മുഖം കാണണമായിരുന്നു. കണ്ടാൽ പേടിയായി പോവും. ഇപ്പോൾ നന്നായി കുറഞ്ഞിട്ടുണ്ട്, ആയിഷ പറഞ്ഞു. ഹുറം ഹാത്തൂൻ ആരാത്? ഇൻക്യാരത്തിൻ്റെ പ്രിയപ്പെട്ടവൾ. അവളൊരു ഷഹസാദിനെ പ്രസവിച്ചു. നിഗാർ കാഫ അങ്ങോട്ട് കയറി വരുന്നു. അവരിവിടുത്തെ റാണിയാണോ? നീ ഇതിലൊന്നും ഇടപെടേണ്ട വിക്ടോറിയ. ഇതൊക്കെ വളരെ അപകടം പിടിച്ച കാര്യങ്ങളാണ്. നിന്റെ കൈ നോക്കാനായി ഫിസിഷ്യൻ വന്നിട്ടുണ്ട്. വാ, നമുക്ക് അങ്ങോട്ട് പോകാം. നിഗാർ വിക്ടോറിയയും വിളിച്ചുകൊണ്ട് പോകുന്നു. ഹുറം സുംബുലാഗയോട് വന്ന് പറയുന്നു, സുംബുലാഗ, ഒരു സന്തോഷവാർത്ത എല്ലാവരെയും അറിയിക്കണം. എന്താണെന്നുള്ള ഭാവത്തിൽ സുംബുൽ നോക്കി. ഞാൻ മറ്റൊരു ഷഹസാദിനെ പ്രസവിക്കാൻ പോണു. മാഹിദേവരാൻ ഇവരെ നോക്കിക്കൊണ്ട് നടന്നു പോകുന്നു. ഞാൻ 2 ഷഹസാദുമാരുടെ അമ്മയാവാൻ പോകുന്നു. എല്ലാവർക്കും മധുരം കൊടുക്കണം, ഹുറം ഉറക്കെ പറഞ്ഞു. സുംബുലാഗ ഹുറത്തിനെ നോക്കി ചിരിച്ചു. നിഗാർ വിക്ടോറിയയും കൊണ്ട് ബോൺകുട്ട് ആഗിയുടെ അടുത്തേക്ക് വരുന്നു. നിങ്ങളിവിടെ വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറേ നേരമായോ? നിഗാർ ചോദിച്ചു. അത് പ്രശ്നമില്ല ബോൺകുട്ടാക, നമുക്ക് വൈദ്യശാല വരെ ഒന്ന് പോകണം. ഇവളുടെ കൈ ഒടിഞ്ഞു. വിക്ടോറിയയ്ക്ക് ബോൺകുട്ട് ആഗിയെ കണ്ടപ്പോൾ മനസ്സിലായി. അവർ 3 പേരും പോകാൻ തുടങ്ങുമ്പോൾ സുംബുൽ വിളിക്കുന്നു, നിഗാർ കാഫ. എന്താ സുംബുലാക? ഞങ്ങൾ വൈദ്യശാലയിൽ പോവുകയാണ്. ഇവളുടെ ഒടിഞ്ഞ കൈ കെട്ടണം. ബോൺകുട്ട് അവളെ കൊണ്ടുപോയിക്കോളും. നിനക്കിവിടെ കുറച്ച് പണിയുണ്ട്. വിക്ടോറിയ ബോൺകുട്ടിനെ നോക്കുന്നു. എന്നാൽ നിങ്ങൾ ചെന്നിട്ട് വാ, നിഗാർ പറഞ്ഞു. അവർ നടന്നു. ബോൺകുട്ടാക, ഞാൻ വിക്ടോറിയയാണ്. അന്ന് അവിടുന്ന് ഓടിപ്പോകേണ്ടി വന്നു. അവൾ അവളുടെ കഴുത്തിലെ ടാറ്റു അയാൾക്ക് കാണിച്ചു കൊടുത്തു. ശരി, ആരും കാണണ്ട, നടക്ക്. നീ എങ്ങനെ പാലസിൽ വന്നു? ആരാ നിന്നെ ഇവിടെ കൊണ്ടുവന്നത്? മാത്രാച്ചി. പതുക്കെ പറ. ഇനി മുതൽ എന്നോട് പറയാതെ എങ്ങോട്ടും പോകരുത്. ആരോടും വഴക്കിനൊന്നും പോകാതെ എല്ലാവരോടും നന്നായി നിൽക്കണം. അല്ലെങ്കിൽ നമ്മുടെ 2 പേരുടെയും തല പോകും. വിക്ടോറിയ ഒന്ന് നിന്നു, എന്നിട്ട് നടന്നു. സുലൈമാൻ ഒരു ലെറ്റർ എഴുതി അതിൽ സീല് വെക്കുന്നു. ഇബ്രാഹിം അങ്ങോട്ട് കയറി വരുന്നു. ഇൻക്യാരം, നമുക്ക് ഷിപ്പ്യാർഡിൽ പോകാനുള്ള ഒരുക്കങ്ങളെല്ലാം ആയിട്ടുണ്ട്. അങ്ങയുടെ സൗകര്യമനുസരിച്ച് എപ്പോൾ വേണമെങ്കിലും പോകാം. നമുക്ക് നാളെ പോകാം ഇബ്രാഹിം. ശരി ഇൻക്യാരം. ഇബ്രാഹിം പോകാൻ തുടങ്ങുമ്പോൾ സുലൈമാൻ ചോദിക്കുന്നു, എന്തുപറ്റി ഇബ്രാഹിം? നിന്റെ മുഖം വല്ലാതിരിക്കുന്നത്? നീ എന്നിൽ നിന്ന് എന്തെങ്കിലും ഒളിപ്പിക്കുന്നുണ്ടോ? ഇല്ല ഇൻക്യാരം, ഞാൻ അങ്ങയിൽ നിന്ന് എന്തൊളിപ്പിക്കാനാ? ഇബ്രാഹിം അവിടുന്ന് പോകുന്നു. സുലൈമാൻ ഇബ്രാഹിമിനെ സംശയത്തോടെ ഒന്ന് നോക്കി. രാത്രി ഹരത്തിൽ മധുരം വിളമ്പുന്നു. ഇവിടെ ഒരു എൻഗേജ്മെൻറ്റ് നടക്കാൻ പോവുകയാണ്. ഹദീജ സുൽത്താനെ കാണാൻ നല്ല ഭംഗിയാണ്. അവർക്ക് നല്ലൊരു ജീവിതം കിട്ടട്ടെ. ആരെയാണ് കല്യാണം കഴിക്കാൻ പോകുന്നത്? പീരിപ്പാഷയുടെ മകൻ മുഹമ്മദ് സലബിയെ. ഗുൽഷ അങ്ങോട്ട് കയറി വരുന്നു. സ്വാഗതം ഗുൽഷ, നിഗാർ പറയുന്നു. താങ്ക് യു. നിങ്ങളുടെ പണിഷ്മെൻറ്റ് തീർന്നോ? മാഹിദേവരാൻ സുൽത്താന ആവശ്യപ്പെട്ടിട്ട് വന്നതാണ്. അവൾക്ക് മധുരം കൊടുക്കുന്നു. ഹദീജ സുൽത്താനയുടെ എൻഗേജ്മെൻറ്റ് സെലിബ്രേഷനാണോ? ഹുറം സുൽത്താന 2ാമതും പ്രഗ്നൻ്റായി. അത് കേട്ടപ്പോൾ ഗുൽഷയുടെ മുഖം മാറി. മാഹിദേവരാൻ്റെ ചേംബറിലേക്ക് ഗുൽഷ കയറി വരുന്നു. അവളെ കണ്ടപ്പോൾ അവർക്ക് സന്തോഷമായി. അവർ കെട്ടിപ്പിടിക്കുന്നു. നീ അറിഞ്ഞോ ഇവിടുത്തെ കാര്യങ്ങൾ? കേട്ടു. നിങ്ങൾ വിഷമിക്കരുത് സുൽത്താന. ഷഹസാദ് മുസ്തഫ സുലൈമാൻ്റെ മടിയിലിരിക്കുന്നു. എൻ്റെ മാഷിന് എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് ഭയങ്കര ഇഷ്ടമാണ്. അതാണ് എൻ്റെ മോൻ.
സുലൈൻമാൻ പറഞ്ഞു. സുലൈൻമാൻ ഒരു സ്വീറ്റ്സ് എടുത്ത് അവൻ്റെ വായിൽ വെച്ച് കൊടുത്തു. ബാബാ, ഈ സ്ത്രീകൾ എന്തിനാ കരയുന്നത്? അതെന്താ അങ്ങനെ ചോദിച്ചേ? അവർ എപ്പോഴും കരയുന്നത് കാണുന്നു. സുലൈൻമാൻ ഒന്ന് ആലോചിച്ചിട്ട് പറയുന്നു. പുരുഷന്മാർ കാരണമാണ് സ്ത്രീകൾ കരയുന്നത്. ചില പുരുഷന്മാർ അവരെ വിഷമിപ്പിക്കുന്നു. ഞാൻ ഒരിക്കലും സ്ത്രീകളെ വിഷമിപ്പിക്കില്ല. ഞാൻ ഒരിക്കലും വാലിദയെയും ഹദീജയെയും കരയിക്കില്ല. സുലൈൻമാൻ അവനെ മുത്തം വെച്ചിട്ട് പുറത്ത് തട്ടി. ഹുറം അങ്ങോട്ട് കയറി വരുന്നു. ഹുറം, നീ നേരത്തെ വന്നോ? ഞങ്ങൾ കളിക്കുകയാണ്. മുസ്തഫ, നിനക്ക് സുഖമാണോ? അവനൊന്നും മിണ്ടിയില്ല. നോക്ക്, നിന്റെ സഹോദരൻ ഇതിനകത്തുണ്ട്. ഹുറം വയറിൽ തൊട്ടിട്ട് കാണിക്കുന്നു. വീണ്ടും? മുസ്തഫ സങ്കടത്തോടെ തലകുനിച്ചു. പക്ഷെ നീയാണ് ഏറ്റവും മൂത്തത്. നീ വേണം അവർക്കെല്ലാം കാണിച്ചു കൊടുക്കാൻ. ഞാൻ വാലിദയുടെ അടുത്തേക്ക് പോകുന്നു. വാലിദ ഇപ്പോൾ വിഷമിച്ചിരിക്കുന്നുണ്ടാവും. അവൻ ഇറങ്ങിപ്പോകുന്നു. സുലൈൻമാൻ അവനെ തന്നെ നോക്കി നിന്നു. ഹുറം സുലൈൻമാനെ നോക്കി ചിരിച്ചു. സുലൈൻമാന് ചിരി വന്നില്ല. മാഹി ദേവരാനും ഗുൽഷയും സംസാരിക്കുന്നു. അവൾ ഇനിയും ഒരു ഷേസാദിനെ ആവുമോ പ്രസവിക്കുന്നത്? എനിക്കത് ഓർക്കാനേ വയ്യ, മാഹി ദേവരാൻ പറഞ്ഞു. അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. ഷേസാദ് മുസ്തഫ അങ്ങോട്ട് കയറി വരുന്നു. മുസ്തഫ! മാഹി ദേവരാൻ അവനെ ഹഗ് ചെയ്തു. എന്തു പറ്റി മുസ്തഫ? നീ സുൽത്താൻ സുലൈൻമാൻ്റെ അടുത്ത് നിന്ന് വേഗം വന്നത്? വാലിദ, ഇനി കരയരുത്. ഞാൻ ഒരിക്കലും വാലിദയെ കരയിക്കില്ല. ഹദീജയോടും പറയണം. മാഹി ദേവരാൻ അവൻ്റെ കയ്യിൽ മുത്തം വെച്ചിട്ട് ഗുൽഷയെ നോക്കി. എന്നിട്ട് വീണ്ടും അവനെ ഹഗ് ചെയ്തു. വാലിദ സുൽത്താനെ ഷേസാദ് മെഹമ്മത്തിനെ എടുത്ത് കളിപ്പിക്കുന്നു. മാസങ്ങൾ കടന്നുപോയി. മെഹമ്മത്ത് കുറച്ച് വലുതായി. അവൻ മുട്ടിലിഴയുന്നു. ഹദീജ സുൽത്താൻ ഒരു ലെറ്റർ എഴുതി ഇബ്രാഹിമിന് കൊടുത്തു. എൻ്റെ ശരീരവും ആത്മാവും മരണപ്പെട്ടു. ഞാനിപ്പോൾ ചലിക്കുന്ന ഒരു വസ്തു മാത്രമാണ്. വീണ്ടും ആത്മഹത്യക്ക് ശ്രമിച്ചൊരു പാപിയാവാൻ എന്നെക്കൊണ്ടാവുന്നില്ല. മരവിച്ച മനസ്സുമായി ഞാൻ എൻ്റെ വിധിയെ അംഗീകരിക്കുകയാണ്. നമുക്കിനി സ്വർഗത്തിൽ വെച്ച് ഒന്നിക്കാം ഇബ്രാഹിം. അതിനായി ക്ഷമയോടെ കാത്തിരിക്കാം. ഇബ്രാഹിമിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഹദീജ സുൽത്താന എൻഗേജ്മെൻ്റ് ഒരുക്കങ്ങളിലായി. എല്ലാവരും എൻഗേജ്മെൻറ്റ് പാർട്ടിക്ക് എത്തി. എല്ലാവരും അസ്വസ്ഥമായ മനസ്സോടെ പരസ്പരം നോക്കി. പീരി മുഹമ്മദ് പാഷയുടെ ഭാര്യ ദിൽറുബ ഹാത്തൂൻ അങ്ങോട്ടെത്തി. അവർ വന്ന് വാലിദ സുൽത്താനയുടെയും ഹദീജ സുൽത്താനയുടെയും വസ്ത്രത്തിൽ മുത്തം വെച്ചു. എന്നിട്ട് എല്ലാവരോടും ഒപ്പം ഇരുന്നു. ഹദീജ സുൽത്താന അപ്പോഴും നിർവികാരതയോടെ അവിടെ ഇരുന്നു. വിക്ടോറിയയും അങ്ങോട്ട് കയറി വന്നു. എല്ലാം നോക്കി നിന്നു. അഹമ്മദ് പാഷ പീരി പാഷയോട് പറയുന്നു. ഈ കൊട്ടാരത്തിൽ നടന്നതിൽ വെച്ച് ഏറ്റവും ഗംഭീരമായൊരു വിവാഹാഘോഷമാണിതെന്ന് തോന്നുന്നു. സലബി മുഹമ്മദ് വളരെ വിനയവും പഠിപ്പുമുള്ള ഒരു ചെറുപ്പക്കാരനാണ്. അവൻ്റെ പെരുമാറ്റം കണ്ടാൽ തന്നെ അറിയാം. അവനെ നോക്ക്, അവൻ പാർകളി ഇബ്രാഹിമിൻ്റെ കൂടെയാണ് നിൽക്കുന്നത്. സുലൈൻമാൻ ഗാർഡിനോട് പറയുന്നു. കല്യാണ ചെറുക്കനാവാൻ പോകുന്ന ആളോട് ഇങ്ങോട്ട് വരാൻ പറയൂ. അഹമ്മദ് പാഷ ശബ്ദം താഴ്ത്തി പീരി പാഷയോട് പറയുന്നു. ഇപ്പോഴും കല്യാണച്ചക്കനാവാൻ പോകുന്ന ആളാണോ? ഇതുവരെ കല്യാണച്ചക്കനായില്ലേ? അഹമ്മദ് പാഷ, നിങ്ങൾ ഈ ആഘോഷത്തിലെ അതിഥിയാണ്. ഇവിടെ നന്നായി പെരുമാറണം. മുഹമ്മദ് സലബി സുലൈൻമാൻ്റെ മുന്നിൽ വന്ന് മുട്ടുകുത്തി. സുലൈൻമാൻ അയാൾക്കൊരു സമ്മാനം കൊടുത്തു. ഹദീജ എൻ്റെ പ്രിയ സഹോദരിയാണ്. ഞാൻ ഈ സമ്മാനം എൻ്റെ മരണം വരെ എന്നോടൊപ്പം സൂക്ഷിക്കും ഇൻകാരം. ഇബ്രാഹിം അത് നോക്കി നിന്നു. സുലൈൻമാൻ എണീറ്റ് പോകാൻ നേരം ഇബ്രാഹിം അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ചെന്നു. പാർകളി, നീ ഇവിടുത്തെ കാര്യങ്ങൾ നന്നായി നോക്കണം. ആളുകളെ നന്നായി ട്രീറ്റ് ചെയ്യണം. ഇബ്രാഹിം തല കുമ്പിട്ടു. സുലൈൻമാൻ ഹരത്തിലേക്ക് വരുന്നു. സുൽത്താൻ സുലൈൻമാൻ ഖാൻ എഴുന്നള്ളുന്നു. എല്ലാവരും എഴുന്നേറ്റ് നിന്നു. അദ്ദേഹം അങ്ങോട്ട് കയറി വരുന്നു. വിക്ടോറിയ അയാളെ നോക്കി. ബെൽഗ്രേഡിൽ വെച്ച് അയാളെ കണ്ടത് അവൾ ഓർക്കുന്നു. സുലൈൻമാൻ എല്ലാവരെയും ഒന്ന് നോക്കിയിട്ട് ചിരിച്ചുകൊണ്ട് കയറി ചെന്നു. ഹദീജ സുൽത്താൻ അയാളുടെ കയ്യിൽ മുത്തി. അയാൾ ഒരു മാല അവളെ അണിയിച്ചു. അള്ളാഹു നിനക്കൊരു സന്തോഷകരമായ ജീവിതം തരട്ടെ ഹദീജ. സുലൈൻമാൻ അവളുടെ നെറുകയിൽ മുത്തം വെച്ചു. വിക്ടോറിയ അയാളെ വീണ്ടും വീണ്ടും നോക്കിയിട്ട് പുറത്തേക്കിറങ്ങി. ഷേസാദ് മുസ്തഫയും ഷേസാദ് മുഹമ്മത്തും പപ്പറ്റ് ഷോ കാണുകയായിരുന്നു. അങ്ങോട്ടെത്തിയ വിക്ടോറിയ അവരെ തന്നെ നോക്കി നിൽക്കുന്നു. മുഹമ്മദ് സലബി ഇബ്രാഹിമിനടുത്ത് വന്ന് പറയുന്നു. ഇബ്രാഹിം ആകാ, എനിക്ക് ചെറിയ നെഞ്ചുവേദന തോന്നുന്നു. അയാൾ ചുമയ്ക്കുന്നു. എന്താ, പാടില്ലേ? വേറെ പ്രശ്നമൊന്നുമില്ല. ഞാൻ വളരെ എക്സൈറ്റഡ് ആണ്. ചിലപ്പോൾ അതാവും. അത് മാറിക്കോളും. ഇബ്രാഹിം തലയാട്ടിയിട്ട് പറഞ്ഞു. ഞാൻ ഒരിക്കലേ സുൽത്താനയെ കണ്ടിട്ടുള്ളൂ. എങ്കിലും അവരുടെ മനോഹരമായ മുഖം ഇപ്പോഴും എൻ്റെ മനസ്സിൽ നിന്നും പോയിട്ടില്ല. ഇബ്രാഹിം തലയാട്ടി. മുഹമ്മദ് സലബി, നിങ്ങൾ ഇൻകാരം റോഡസ് ക്യാമ്പയിൻ കഴിഞ്ഞ് വിജയിച്ചു വരുവാനായി നന്നായി പ്രാർത്ഥിക്കണം. റോഡസിലെ വിജയം ഓട്ടോമൻ സാമ്രാജ്യത്തിൻ്റെ വലിയൊരു നാഴികക്കല്ലാവും. ഇബ്രാഹിം വിഷയം മാറ്റി. മുഹമ്മദ് സലബി തലയാട്ടി. ഹരത്തിൽ നൃത്തവും സംഗീതവുമെല്ലാം നടക്കുന്നു. ഗുൽഷ, നീ മുസ്തഫയെ ചെന്ന് നോക്ക്. ഞാൻ ഇപ്പോൾ അവനെ നോക്കിയിരുന്നു. അവൻ നന്നായിരിക്കുന്നു. മുഹമ്മത്തിനെ ശ്രദ്ധിക്കണമെന്ന് ഹുറവും ഗുൽനിഹാലിനോട് പറയുന്നു. മുസ്തഫയും മുഹമ്മത്തും സന്തോഷത്തോടെ പപ്പറ്റ് ഷോ കാണുന്നു. വിക്ടോറിയ കുറച്ചു നേരം നോക്കി നിന്നിട്ട് അവിടെ ഇരുന്ന മെഴുകുതിരി അവരിരുന്ന ഷീറ്റിലേക്ക് മറിച്ചിടുന്നു. അവിടെ തീ പടർന്നു. ഷേസാദുമാരിരുന്ന മുറിയിൽ തീ പടർന്നു. എല്ലാവരും അത് കേട്ട് ഞെട്ടിപ്പോയി.